ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസി ഉള്ളത്. മിനിമം ഒരു 20,000 രൂപ മുതൽ 45,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോസ്റ്റൽ മേഖലയിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ, ഹോം സ്റ്റേ, റിസോർട്ട്, ഹൗസ് ബോട്ടുകളിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട്. അതുപോലെ ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയാണ് നിലവിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ല ജോലികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കണം. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് 24/7 ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു ആ ടൈമിലാണ് നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അതുപോലെ തന്നെ വാട്സപ്പ് കോളും ചെയ്താൽ നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല. ഓൺലി മെസ്സേജ് അയക്കേണ്ട നമ്പർ മാത്രമാണ്. ഈ മെസ്സേജ് നിങ്ങൾ പേര്, സ്ഥലം, നിങ്ങളുടെ മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി മുൻപരിചയമില്ലെങ്കിൽ എന്ത് ടൈപ്പ് ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 24/7 എപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ഒരു ലിങ്ക് വരുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്കിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് വേക്കൻസികൾ ആ ഗ്രൂപ്പിൽ വരും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:45 വരെയാണ് നമുക്ക് വേക്കൻസികൾ വരുന്നത്. ആ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പറുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക. അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോ വേക്കൻസിയുടെ കൂടെ വരുമ്പോൾ ഓരോ നമ്പറുകളായിരിക്കും കേട്ടോ. അത് ഓരോ ജില്ലയിലും ഓരോ ഓഫീസിനും ഓരോ നമ്പറുകളാണ്. അതുകൊണ്ട് ആ നമ്പറിൽ തന്നെ വിളിക്കുക. ആ നമ്പറിൽ വിളിക്കാതെ വേക്കൻസി വരുമ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ വേക്കൻസികൾ അതിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വേക്കൻസി വരുമ്പോൾ ആ ഗ്രൂപ്പിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ മറ്റുള്ള ആളുകൾ കാണില്ല. നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ 5 അഡ്മിനും മാത്രമേ നിങ്ങളെ നമ്പർ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കും മറ്റുള്ള ആളുകളെ നമ്പർ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേക്കൻസി എന്തെന്ന് വെച്ചാൽ ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ വീട്ടുജോലി, രോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ പരിപാലിക്കൽ, പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ്, ഭക്ഷണം പാചകം ചെയ്യൽ, ക്ലീനിങ്. ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട്. ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ, അതുപോലെ ഹോം സ്റ്റേ, റിസോർട്ട്, ഹൗസ് ബോട്ടിലൊക്കെയാണ് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുള്ളത്. അത് മിനിമം ഒരു 25,000 രൂപ നമുക്ക് സാലറി ലഭിക്കുന്നതാണ്. അവിടെ നമുക്ക് റൂം ബോയുടെ വേക്കൻസി വരാറുണ്ട്, വാർഡൻ്റെ വേക്കൻസി വരാറുണ്ട്, ഹോസ്റ്റൽ ക്ലീനിങ്ങിൻ്റെ വേക്കൻസി വരാറുണ്ട്. അത് മിനിമം ഒരു 20,000 രൂപ മുതൽ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കിട്ടും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ജോലിക്ക് പോകുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഹോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട്. ഹോസ്റ്റൽ ആൻഡ് റിസോർട്ട്, ഹോം സ്റ്റേ മേഖല. ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, വയനാട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല. ഹോം നേഴ്സിംഗ് ഇത്രയും മേഖലയിലാണ് വേക്കൻസി ഉള്ളത്. ഹോസ്റ്റൽ കേരളത്തിൽ മൊത്തമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ആദ്യം തൊട്ട് ഫുള്ളായിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അവിടെ എവിടെയും കാണുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ല ജോലി വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം. വിളിച്ചു കഴിഞ്ഞാൽ അധികം കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വേക്കൻസികൾ അറിയാൻ വിളിക്കുക, ജോലിക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ആ താഴത്ത് കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. ഓക്കെ, താങ്ക് യു.